കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആകാംക്ഷയിൽ മഞ്ചേരിയിലെ മുന്നണികൾ. നഗരസഭയിൽ ഭരണം തുടരാൻ UDFും പിടിച്ചെടുക്കാൻ LDFും ശക്തമായി രംഗത്തുണ്ടായിരുന്നു. ജനം ആർക്കൊപ്പം നിൽക്കുമെന്ന് നാളെ രാവിലെ അറിയാം. നഗരസഭയിലെ 53 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. നേരത്തെ 50 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനം പൂർത്തിയായതോടെ 3 വാർഡുകൾ വർദ്ധിച്ചു. ഇരു മുന്നണികളും 53 വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തി. കഴിഞ്ഞ തവണ 28 സീറ്റ് നേടിയാണ് UDF അധികാരം പിടിച്ചത്. പിന്നീട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ലീഗിലേക്ക് വരികയും ഉപതെരഞ്ഞെടുപ്പ് നടന്ന കരുവമ്പ്രം വാർഡ് CPMൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തതോടെ സീറ്റുകളുടെ എണ്ണം 30ആയി. LDF 20ൽ നിന്നും 19ലേക്ക് ചുരുങ്ങി. ഒരു സീറ്റ് SDPIയും നേടി. ഇത്തവണയും ചില വാർഡുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടന്നത്. LDFും UDFും 53 വാർഡുകളിൽ മത്സരിക്കുമ്പോൾ BJP 15 വാർഡിലും മത്സരരംഗത്തുണ്ടായിരുന്നു. SDPI 7 വാർഡിലും വെൽഫെയർ പാർട്ടി 4 വാർഡിലും മത്സരിച്ചു. UDFിലെ ധാരണ പ്രകാരം 38 സീറ്റിൽ മുസ്ലിം ലീഗും 15 സീറ്റിൽ കോൺഗ്രസുമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ലീഗിലെ 34 പേരും കോണി ചിഹ്നത്തിൽ ജനവിധി തേടിയപ്പോൾ 4 പേർ സ്വതന്ത്രരായും മത്സരിച്ചു. കോൺഗ്രസ് 15 സീറ്റിലും കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടി. UDFിലും LDFിലും 5 വീതം നിലവിലെ കൗൺസിലർമാർ മത്സരിച്ചു. LDFിലെ സ്ഥാനാർത്ഥികളിൽ അധികവും സ്വതന്ത്രരായിരുന്നു. 22 വാർഡുകളിൽ മാത്രമാണ് CPM സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചത്. ഭരണം നിലനിർത്തുമെന്ന് UDFും പിടിച്ചെടുക്കുമെന്ന് LDFും അവകാശപ്പെടുന്നു. നാളെ രാവിലെ 8-ന് മഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.